മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഇന്നലെ ഞാൻ പറയുകയുണ്ടായി മനുസ്മൃതിയെക്കുറിച്ച് ഇന്ന് വിവരിക്കാമെന്ന്. കുറേ യുവാക്കള് മനുസ്മൃതിയെക്കുറിച്ച് വിവരിക്കണമെന്ന് കഴിഞ്ഞ 4-5 മാസമായിട്ട് പറയാറുണ്ട്. യൂട്യൂബിൽ പറയാറുണ്ട്, ഇമെയിൽ അയക്കാറുണ്ട്. യഥാർത്ഥത്തിൽ മനുസ്മൃതി എന്താണെന്ന് ഒന്ന് ആദ്യം മനസ്സിലാക്കണം. നമ്മുടെ ഹിന്ദു ധർമ്മത്തില് വേദങ്ങളുണ്ട്, വേദങ്ങളുടെ തുടർച്ചയായ ബ്രാഹ്മണ ഗ്രന്ഥങ്ങളുണ്ട്, ബ്രാഹ്മണ ഗ്രന്ഥങ്ങളുടെ തുടർച്ചയായ ആരണ്യക ഗ്രന്ഥങ്ങളുണ്ട്, ആരണ്യക ഗ്രന്ഥങ്ങളുടെ തുടർച്ചയായിട്ടുള്ള ഉപനിഷത്തുക്കള്. അപ്പോൾ വേദങ്ങള്, ബ്രാഹ്മണങ്ങള്, ആരണ്യകങ്ങള്, ഉപനിഷത്തുക്കള്, ഈ 4ഉം ചേർന്നാൽ വൈദിക സാഹിത്യം എന്ന് പറയും. വേദിക് ലിറ്ററേച്ചറാണ്. വേദവുമായിട്ട് ഡയറക്ട്ലി കണക്റ്റഡ് ആണത്. വേദത്തിന്റെ അവിഭാജ്യ ഘടകമാണ്. ഇനി അതിൻ്റെ താഴെ വേദാംഗങ്ങളുണ്ട്. വേദത്തിന്റെ അവയവങ്ങൾ, അംഗങ്ങൾ എന്ന് പറയാം, പാർട്ട്. അത് 6 വൈദിക് ലിറ്ററേച്ചർ 4 ഇപ്പൊ പറഞ്ഞ വേദം, ബ്രാഹ്മണം, ആരണ്യകം, ഉപനിഷത്ത്. വേദാംഗം എന്ന് പറയുന്നത് ശിക്ഷാഗ്രന്ഥങ്ങൾ. വേദം എങ്ങനെ പഠിക്കണം, എങ്ങനെ ചൊല്ലണം എന്ന് വിവരിക്കുന്ന ഗ്രന്ഥങ്ങളാണ് ശിക്ഷാഗ്രന്ഥങ്ങൾ. നിരുക്ത ഗ്രന്ഥങ്ങൾ, വേദത്തിലെ ഓരോ വാക്കും. ഇപ്പോ അഗ്നിമീളേ പുരോഹിതം യജ്ഞസ്യ ദേവമൃത്യുജം ഹോതാരം രത്നധാതാമം അഗ്നിപൂർവേ ഋഷിഭിരീഡ്യോ നൂതനൈരുത. ഇതിന് ഓരോ വാക്കുകൾ എങ്ങനെയാണ് ഉദയം ചെയ്തത് എന്നുള്ളത്. യജുർവേദത്തിലെടുത്താൽ നമസ്തേ രുദ്രമന്യമൗതോദൈഷവേ നമഃ, നമസ്തേ അസ്തു ധന്വനേ ബാഹുഭ്യാമുദതേ നമഃ. ബാഹുഭ്യാം എന്ന ഒരു വാക്ക് ഒരു സ്ഥലത്ത് വരും. ബാഹു എന്ന് വെച്ചാൽ കൈകള്. ഹസ്താഭ്യാം എന്ന് വേറൊരു സ്ഥലത്ത് വരും, അതും കൈകള്. കരാഭ്യാം, കരങ്ങൾ കൊണ്ട്, അതും കൈകള്. ഈ കരം എന്നുള്ളതിന്റെ അർത്ഥം എന്താണ്? അതുപോലെ ഹസ്തം എന്നുള്ളതിന്റെ അർത്ഥം എന്താ? ബാഹു എന്നുള്ളതിന്റെ അർത്ഥം എന്താ? ഈ വാക്കുകൾ ഉദയം ചെയ്തത് എങ്ങനെയാണ്, ഉത്ഭവിച്ചത് എങ്ങനെയാണെന്ന് വിവരിക്കുന്നത് നിരുക്ത ഗ്രന്ഥം. ഇപ്പൊ ശിക്ഷാഗ്രന്ഥം വേദമന്ത്രങ്ങൾ എങ്ങനെ ചൊല്ലണം. ഇപ്പൊ ചിലപ്പോ ചില വേദമന്ത്രത്തില് ഭയങ്കരമായിട്ട് നീളും. ഉദശ്രീനന്ദീന വശിഷും സോമമിന്ദ്രായ പാദാവേ അസ്യേതിന്ദ്രോ മദേഷ്വാ വിശ്വാവൃത്രാണി ജിഗ്രതേ ശൂരോ മഹാജാമം ഹതേ തരത്സമന്ദീതാവതി ആയയോ ത്രിംശതം ധനാ സഹസ്രാണി ദധത്മാഹേ. എങ്ങനെയാ വാക്കുകളും അക്ഷരങ്ങളും മുറിച്ച് വേദങ്ങൾ ചൊല്ലുക? അത് ശിക്ഷാഗ്രന്ഥത്തിലുണ്ട്. നിരുക്തത്തില് വേദങ്ങളുടെ വാക്കുകള്, പദങ്ങള്, വേർഡ്സ് ഉദയം ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ശിക്ഷാ നിരുക്തം വ്യാകരണം, വേദമന്ത്രങ്ങളുടെ 100% ഗ്രാമർ, മോഡേൺ സംസ്കൃതത്തിന്റെ ഗ്രാമറും വ്യാകരണ ഗ്രന്ഥത്തിലുണ്ട്. ഗ്രാമർ ബുക്ക് എന്നായി അറിയപ്പെടുന്നത്. ഇപ്പൊ ശിക്ഷ, നിരുക്തം, വ്യാകരണം, ഛന്ദശാസ്ത്രം, 18 അക്ഷരങ്ങളുള്ള കവിത, 22 അക്ഷരം അല്ലെങ്കിൽ 20 അക്ഷരം, 24 അക്ഷരം, 28 അക്ഷരം, 32 അക്ഷരം, 36 അക്ഷരം, 40, 44, 48, 52, 56. 56 അതിബൃഹതി ഛന്ദസ്, ധൃതി ഛന്ദസ്, അതിബൃഹതി ഛന്ദസ്, അനുഷ്ഠുപ് ഛന്ദസ്. അങ്ങനെയുള്ള ഛന്ദസ്സുകൾ, അക്ഷരങ്ങളുടെ ക്രമീകരണത്തില് വേദമന്ത്രങ്ങളെ എങ്ങനെയാണ് ആ അക്ഷരങ്ങൾ തെറ്റാതെ ശബ്ദത്തിന്റെ അടിസ്ഥാനത്തില് നല്ല രീതിയിൽ ഘനാക്ഷരങ്ങളും അതുപോലെ തന്നെ വ്യഞ്ജനാക്ഷരങ്ങളും ചേർത്തിട്ട് എങ്ങനെയാണ് അത് രചിക്കുക എന്ന നിയമം വിവരിക്കുന്നത് ഛന്ദശാസ്ത്രത്തിലാണ്. ഇപ്പൊ ശിക്ഷ, നിരുക്തം, വ്യാകരണം, ഛന്ദശാസ്ത്രം. 5ാമത്തേത് കൽപ്പശാസ്ത്രമാണ്. ഇപ്പോൾ എങ്ങനെയാണ് ഹിന്ദുക്കൾ ഈ ലോകത്തിൽ ജീവിക്കുക? ആത്യബൃഹത്തായ 4 കൽപ്പശാസ്ത്രമാണ്. ആത്യബൃഹത്ത് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഒരു കൽപ്പശാസ്ത്രത്തിൽ തന്നെ 6000-7000 പ്രിന്റഡ് പേജുകൾ വരും. 6000-7000 പ്രിന്റഡ് പേജ് വരും. അതാണ് അതിന്റെ മഹത്വം. ഇതിൽ 4 കൽപ്പശാസ്ത്രമാണുള്ളത്. ആ കൽപ്പശാസ്ത്രത്തില് 1ാമത്തെ ഭാഗം യാഗകർമ്മങ്ങൾ എങ്ങനെ അനുഷ്ഠിക്കുക എന്നുള്ളതാണ്. അതിന് ശ്രൗതസൂത്രം എന്ന് പറയും. 2ാമത്തെ ഭാഗം ഒരു ഭാര്യ, ഭർത്താവ്, അച്ഛൻ, അമ്മ, മക്കള്
സഹോദരി സഹോദരന്മാര്, ഭാര്യയുടെ കുടുംബക്കാര് അല്ലെങ്കിൽ ഭർത്താവിന്റെ കുടുംബക്കാര്, ഈ കുടുംബാംഗങ്ങൾ തമ്മിൽ അനുഷ്ഠിക്കേണ്ട ആചാരങ്ങളെക്കുറിച്ച് ഗൃഹ്യസൂത്രത്തിൽ വിവരിക്കുന്നു. അപ്പൊ കൽപ്പശാസ്ത്രത്തില് ശ്രൗതസൂത്രം അല്ലെങ്കിൽ ശ്രൗതശാസ്ത്രം യാഗകർമ്മങ്ങളെക്കുറിച്ച് വിവരിക്കുന്നു. അടുത്തത് ഗൃഹ്യസൂത്രം അല്ലെങ്കിൽ ഗൃഹ്യശാസ്ത്രം ഗൃഹസ്ഥന്മാര് അനുഷ്ഠിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. പിന്നെ ധർമ്മശാസ്ത്രം അല്ലെങ്കിൽ ധർമ്മസൂത്രം, അത് ഒരു കുടുംബം, ഒരു സമൂഹം, ഒരു രാഷ്ട്രം, ജനപദങ്ങള്, രാജാവ്, മന്ത്രിമാര്, സൈന്യം, സൈന്യാധിപന്മാര്, കരം ഈടാക്കുന്ന കാര്യങ്ങള്, അതുപോലെ തന്നെ പാസ്പോർട്ട്, വിസ, വിദ്യാലയം, വിദ്യാർത്ഥി, ഗൃഹസ്ഥൻ, അതുപോലെ സന്യാസി, പിന്നെ വാനപ്രസ്ഥൻ, ഇവര് ഓരോ ജാതിയിൽ, അതായത് പ്രൊഫഷണലി കാസ്റ്റ് ഓറിയന്റഡ് ആയിട്ട് ബ്രാഹ്മണന്റെ പ്രൊഫഷൻ, ക്ഷത്രിയന്റെ പ്രൊഫഷൻ, വൈശ്യന്റെ പ്രൊഫഷൻ, ശൂദ്രന്റെ പ്രൊഫഷൻ, ഇതെല്ലാം എങ്ങനെയാണ് അടുക്കും ചിട്ടയോടും കൂടി അനുശാസിച്ച് ജീവിക്കേണ്ടത് എന്ന നിയമാവലികൾ വിവരിക്കുന്ന ഗ്രന്ഥങ്ങളാണ് ധർമ്മശാസ്ത്രങ്ങൾ. അപ്പൊ കൽപ്പശാസ്ത്രം എന്ന വേദാംഗത്തില് ശ്രൗതസൂത്രം യാഗങ്ങളെക്കുറിച്ച് വിവരിക്കുന്നു, ഗൃഹ്യസൂത്രം ഗൃഹസ്ഥന്മാരുടെ ചടങ്ങുകളെക്കുറിച്ച് വിവരിക്കുന്നു, ധർമ്മസൂത്രം ധർമ്മശാസ്ത്രം ഒരു രാഷ്ട്രത്തിന്റെ നിലനിൽപ്പിന് വ്യക്തി മുതൽക്ക് രാജാവ് വരെ ചെയ്യാനുള്ള ധാർമ്മിക കാര്യങ്ങളെക്കുറിച്ച് വിവരിക്കുന്നു. പിന്നെ പിതൃമേധസൂത്രം, അത് വേറെയുണ്ട്, ആ മരണാനന്തര ചടങ്ങുകളെക്കുറിച്ച് വിവരിക്കുന്നു. ഇങ്ങനെ 4 ഭാഗങ്ങളാണ് കൽപ്പശാസ്ത്രത്തിനുള്ളത്. അപ്പോൾ ശിക്ഷ, നിരുക്തം, വ്യാകരണം, ഛന്ദശാസ്ത്രം, കൽപ്പശാസ്ത്രം. അത് കഴിഞ്ഞിട്ടാണ് ജ്യോതിഷം വരുന്നത്. ജ്യോതിഷം നമുക്കിപ്പോൾ പ്രാധാന്യമുള്ള വിഷയമല്ല. ഈ കൽപ്പശാസ്ത്രത്തില് ധർമ്മശാസ്ത്രം എന്നൊരു ഭാഗമുണ്ട്. ആ ധർമ്മശാസ്ത്രത്തിന് വേറൊരു പേര് കൂടിയുണ്ട്, സ്മൃതി. സ്മൃതി എന്ന് പറയും. വേദങ്ങളെ ശ്രുതി എന്ന് പറയും. വേദങ്ങളിലെ ഒരു വാക്കും ഒരു വരിയും മാറ്റാനുള്ള പ്രൊവിഷൻ ഇല്ല. അഥവാ ആരെങ്കിലും മാറ്റിയാൽ അത് അയാളുടെ പേരിൽ അറിയപ്പെടുന്ന വേദമായി മാറണം. അത് അയാളുടെ പേരിൽ അറിയും. ആദ്യത്തെ വേദം അതേപോലെ നിൽക്കും. പുതിയ ഒരാള് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയാൽ അത് അയാളുടെ പേര്. ചാകലീന ശാഖ, കാരദ്രവീയ ശാഖ, പിങ്കള ശാഖ, ഘടശാഖ, ഘടരുദ്ര ശാഖ. അപ്പൊ ഒറിജിനൽ വേദം അവിടെ തന്നെയുണ്ട്. അതിൽ മോഡിഫിക്കേഷൻ വരുത്തിയ വ്യക്തി അയാളുടെ പേരിൽ അറിയപ്പെടുന്ന ഒരു ശാഖ ആയിട്ട് അത് മാറും. രണ്ടും നിലനിൽക്കും. ആർക്കും മോഡിഫിക്കേഷൻ വരുത്താൻ ഒരു തടസ്സവും ഇല്ല. പക്ഷെ കണ്ടീഷൻ ഇത്രയേ ഉള്ളൂ, ആദ്യത്തേതായി തന്നെ നിലനിൽക്കും. അപ്പോ അത് എന്നും നിലനിൽക്കുന്നതാണ് ശ്രുതികള് കേട്ടു പഠിക്കേണ്ടത്. സ്മൃതികള്, ധർമ്മശാസ്ത്രം എന്ന് പറയപ്പെടുന്നതിന് എന്ന ഗ്രന്ഥങ്ങൾക്ക് വേറൊരു പേരാണ് സ്മൃതി. ദേശവും കാലവും മാറുന്നതിനനുസരിച്ച് സ്മൃതികൾ മാറിക്കൊണ്ടേയിരിക്കണം. അതിനകത്തൊരു വ്യക്തിയുടെ, കുടുംബത്തിന്റെ, സമൂഹത്തിന്റെ ഒക്കെ ജീവിതചര്യകളുണ്ട്. ആ ധർമ്മശാസ്ത്രത്തെക്കുറിച്ച് ഓർമ്മിക്കുക, അല്ലെങ്കിൽ സ്മൃതിയെക്കുറിച്ച് ഓർമ്മിക്കുക. കേരളത്തില് പ്രചാരമുള്ള സ്മൃതി ആയിരിക്കില്ല രാജസ്ഥാനില് പ്രചാരമുള്ള സ്മൃതി. രാജസ്ഥാനില് പ്രചാരമുള്ള ധർമ്മശാസ്ത്രം അഥവാ സ്മൃതി ആയിരിക്കില്ല ആസാമില് പ്രചാരമുള്ളത്. എന്താ കാരണം? കേരളത്തിലെ അന്തരീക്ഷമല്ല രാജസ്ഥാനിലുള്ളത്. കേരളത്തിന്റെ ജീവിത ശൈലി രാജസ്ഥാനില് ഇംപ്ലിമെന്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. രാജസ്ഥാനിലെയും കേരളത്തിലെയും ജീവിതചര്യകള് കാശ്മീരിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അവിടെ വർഷത്തില് ഏതാണ്ട് 8 മാസവും ഐസ് അല്ലെങ്കിൽ 6 മാസം ഐസ് മൂടി കിടക്കാം. അവിടെ എങ്ങനെയാ കേരളത്തെ പോലെ മുങ്ങി കുളിക്കണം എന്ന് പറയുന്നത്? നടക്കണ കാര്യമല്ല. കേരളത്തിലെ അമ്പലങ്ങളിലുള്ള ആചാരങ്ങളെ പോലെ തന്നെ വേണം കാശ്മീരിലെ അമ്പലങ്ങളിലെ ആചാരങ്ങൾ എന്ന് പറഞ്ഞാൽ നടക്കണ കാര്യമാണ്. അപ്പോ സ്മൃതികൾ മാറും. ആ സ്മൃതികൾക്കകത്ത് നമ്മുടെ വ്യക്തിയുടെ ജീവിതചര്യയെക്കുറിച്ച് മുഴുവനും പറഞ്ഞിട്ടുണ്ട്. ഒരു കുടുംബത്തിൽ എന്തൊക്കെയാണോ രാഷ്ട്രവുമായി ബന്ധപ്പെട്ട് കുടുംബക്കാർ ചെയ്യേണ്ടത് അത് മുഴുവൻ വിവരിച്ചിട്ടുണ്ട്. ധാർമ്മിക ആചാര്യന്മാർ, അച്ഛൻ പിതൃധർമ്മം, അമ്മ മാതൃധർമ്മം, മകൻ പുത്രധർമ്മം, മകള് പുത്രീധർമ്മം. അവനവന്റെ വീടിന് വേണ്ടി മാത്രമല്ല, സമൂഹത്തിനും രാഷ്ട്രത്തിനും വേണ്ടി ചെയ്യാനുള്ള ഭാര്യ പത്നീധർമ്മം, ഭർത്താവ് ഭർത്തൃധർമ്മം, പൗരൻ പൗരധർമ്മം,
മന്ത്രി അമാത്യധർമ്മം, ടീച്ചേഴ്സ് അധ്യാപകര് ആചാര്യധർമ്മം, അങ്ങനെ എല്ലാവർക്കും അനുഷ്ഠിക്കാനുള്ളതായിട്ടുള്ള ധർമ്മത്തെക്കുറിച്ച് ധർമ്മശാസ്ത്രത്തിൽ വിവരിച്ചിട്ടുണ്ട്. ആ ധർമ്മശാസ്ത്രം എന്ന് പറയുന്നത് കൽപ്പശാസ്ത്രത്തിന്റെ ഒരു ഭാഗം മാത്രമാണ്. അപ്പൊ ധർമ്മശാസ്ത്രം കൽപ്പശാസ്ത്രത്തിന്റെ ഒരു ഭാഗമാണ്. ഇനി നോക്കാം, പ്രധാനപ്പെട്ട 4 കൽപ്പശാസ്ത്രങ്ങളാണ് ഉള്ളത്. പ്രധാനപ്പെട്ട 4 കൽപ്പശാസ്ത്രം. അതിൽ ഏറ്റവും പഴക്കം ചെന്ന 3000-ലധികം വർഷം പഴക്കമുള്ള കൽപ്പശാസ്ത്രമാണ് ബൗദ്ധായന കൽപ്പശാസ്ത്രം. ആ ബൗദ്ധായന കൽപ്പശാസ്ത്രത്തെ ശ്രൗതശാസ്ത്രം, ബൗദ്ധായന ശ്രൗതശാസ്ത്രം, ബൗദ്ധായന ഗൃഹ്യശാസ്ത്രം, ബൗദ്ധായന ധർമ്മശാസ്ത്രം, ബൗദ്ധായന പിതൃമേധശാസ്ത്രം, ബൗദ്ധായന ശുൽഭശാസ്ത്രം അല്ലെങ്കിൽ ശുൽഭസൂത്രം എന്ന് വിവരിച്ചിട്ടുണ്ട്. രണ്ടാമത്തേത് കാത്യായന കൽപ്പശാസ്ത്രം. ഇപ്പൊ കാത്യായന കൽപ്പശാസ്ത്രത്തിൽ എന്തൊക്കെയാ ഉള്ളത്? കാത്യായന ഗൃഹ്യസൂത്രമുണ്ട്, കാത്യായന ശ്രൗതസൂത്രമുണ്ട്, കാത്യായന ധർമ്മസൂത്രമുണ്ട്, കാത്യായന പിതൃമേധസൂത്രമുണ്ട്, കാത്യായന ശുൽഭസൂത്രമുണ്ട്. അപ്പോ ബൗദ്ധായന കൽപ്പശാസ്ത്രം, കാത്യായന കൽപ്പശാസ്ത്രം, ആപസ്തംഭ കൽപ്പശാസ്ത്രം, വളരെ വലിയ പുസ്തകങ്ങളാണ് ഇത് മൂന്നും. അപ്പോ ആപസ്തംഭ കൽപ്പശാസ്ത്രത്തിനകത്ത് ആപസ്തംഭ ശ്രൗതസൂത്രമുണ്ട്, ആപസ്തംഭ ഗൃഹ്യസൂത്രമുണ്ട്, ആപസ്തംഭ ധർമ്മസൂത്രമുണ്ട്, ആപസ്തംഭ പിതൃമേധസൂത്രമുണ്ട്. ഇനിയുള്ളത് മാനവ കൽപ്പശാസ്ത്രമാണ്. അതിന്റെ പ്രത്യേകത എന്താ അറിയോ? ഈ ബൗദ്ധായന കൽപ്പശാസ്ത്രത്തില് സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത കുറെ കാര്യങ്ങളുണ്ട്. അത് ഏറ്റവും പഴക്കമുള്ളതാണ്. 10,000-3000 BC എഴുതിയതാണ്. ഇപ്പൊ എത്ര വർഷമായി? 2000 AD കൂടി ചേർത്താൽ 5000-ഓളം വർഷമായി. 5000-ഓളം വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ബൗദ്ധായന കൽപ്പശാസ്ത്രം അതേപോലെ പ്രാവർത്തികമാക്കാൻ സാധിക്കില്ല. അതിലെ കുറെ കാര്യങ്ങൾ എടുത്ത് വേറെ കുറെ പുതിയ കാര്യങ്ങൾ ചേർത്ത് കാത്യായന മഹർഷി കാത്യായന കൽപ്പശാസ്ത്രം എഴുതി. അത് കാലങ്ങൾ മാറിയപ്പോ ആപസ്തംഭ മഹർഷി പഴയതിലെ കുറെ എടുത്ത് പുതിയത് കുറെ ചേർത്ത് അദ്ദേഹം ആപസ്തംഭ കൽപ്പശാസ്ത്രം എഴുതി. ആ ആപസ്തംഭ കൽപ്പശാസ്ത്രത്തില് ആപസ്തംഭ ശ്രൗതസൂത്രമുണ്ട്, ആപസ്തംഭ ഗൃഹ്യസൂത്രമുണ്ട്, ആപസ്തംഭ ധർമ്മശാസ്ത്രമുണ്ട്, ആപസ്തംഭ പിതൃ. ഈ 3 സമകാലീന പ്രസക്തമല്ലാത്തത് എല്ലാം മാറ്റിയിട്ട് ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിനും നിരക്കുന്നതല്ലാത്തത് എല്ലാം മാറ്റിയിട്ട് മാനവ കൽപ്പശാസ്ത്രം എന്ന പുസ്തകം എഴുതി. അത് ഒരാളുടെ പേരല്ല. മാനവധർമ്മശാസ്ത്രം, മാനവ കൽപ്പശാസ്ത്രം, അല്ലെങ്കിൽ മാനവ ശ്രൗതസൂത്രം, മാനവ ഗൃഹ്യസൂത്രം, മാനവ ധർമ്മശാസ്ത്രം, മാനവ പിതൃമേധശാസ്ത്രം. അതെന്താ ഇതിന്റെ അർത്ഥം? മാനവ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? മനുഷ്യർക്ക് വേണ്ടിയിട്ടുള്ളത്. കോമൺ പീനൽ കോഡ് എന്ന് പറഞ്ഞ മാതിരി കോമൺ, എല്ലാവർക്കും ആപ്ലിക്കബിൾ ആണ്. ആ മാനവ കൽപ്പശാസ്ത്രത്തിന്റെ ഒരു ഭാഗമാണ് മാനവധർമ്മശാസ്ത്രം. ആ മാനവധർമ്മശാസ്ത്രത്തിന്റെ പേരാണ്, ധർമ്മശാസ്ത്രത്തെ സ്മൃതി എന്നും പറയും എന്ന് ഞാൻ പറഞ്ഞു. മാനവധർമ്മശാസ്ത്രം എല്ലാ മനുഷ്യർക്കും ബാധകമായിട്ടുള്ള, ഇന്ത്യക്കാർക്ക് മാത്രമല്ല ലോകത്തിലെ ഏത് മനുഷ്യനും ബാധകമായിട്ടുള്ള നിയമാവലികളാണ്. ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിനും നിരക്കുന്ന വിധത്തിലുള്ള നിയമാവലികൾ മാത്രമാണ് മാനവധർമ്മശാസ്ത്രം എന്ന പേരായ മനുസ്മൃതിയിലുള്ളത്. മനുസ്മൃതി എന്ന് പറഞ്ഞാൽ എന്താണ്? മാനവധർമ്മശാസ്ത്രം. അത് ഏതിന്റെ ഭാഗമാണ്? മാനവ കൽപ്പശാസ്ത്രത്തിന്റെ ഭാഗമാണ്. ആ മനുസ്മൃതിയെ ധാരാളം മുസ്ലിങ്ങള് എനിക്ക് യൂട്യൂബില് കമന്റ് അയക്കാറുണ്ട്. നിങ്ങളൊക്കെ മനുസ്മൃതിയെ ന്യായീകരിക്കുന്നവരല്ലേ എന്ന്. എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട്, നീയൊക്കെ എന്ത് മനസ്സിലാക്കിയിട്ടാണ് ഈ മനുസ്മൃതിയെ കുറിച്ച് പറയുന്നത്? ആരോ പറഞ്ഞു EMS പോലെയുള്ളവരും രാഷ്ട്രീയത്തില് ജാതി വ്യവസ്ഥയെയും ഹിന്ദുവിന്റെ അനൈക്യമുണ്ടാക്കി ഡിവൈഡ് ആൻഡ് റൂള് കൊണ്ടുവരാൻ വേണ്ടി ഇംഗ്ലീഷുകാർ പോലും പഠിച്ചിട്ടേ പറഞ്ഞിട്ടുള്ളൂ. അവര് മനുസ്മൃതിയിൽ ഒരു തെറ്റും പറഞ്ഞിട്ടില്ല. മനുസ്മൃതിയിൽ ഒരു തെറ്റും അവർ പറഞ്ഞിട്ടില്ല. എന്താ ഞാൻ എടുത്തു പറയാൻ കാരണം എന്നറിയാം? ഞാൻ കുറേ കാലം കാനഡയിലുണ്ടായിരുന്നു, കുറേ കാലം അമേരിക്കയിലുണ്ടായിരുന്നു. ഇതിൽ മാനിറ്റോബ യൂണിവേഴ്സിറ്റിയിൽ ക്ലാസ് എടുക്കുകയുണ്ടായി. ഞാൻ
മാനിറ്റോബ യൂണിവേഴ്സിറ്റിയിലെ വലിയ ഓഡിറ്റോറിയം ഉണ്ട്. ആ ഓഡിറ്റോറിയത്തിന്റെ മുകളിൽ, നമ്മൾ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ മുകളിൽ കാണാം, ദ ഫസ്റ്റ് ലോ മേക്കർ മനു എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ലോ മേക്കർ ഓഫ് ദ വേൾഡ് മനു, വലിയ അക്ഷരത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. ചെറിയ അക്ഷരത്തിൽ ഒരു ഗ്രീക്ക് ലോ മേക്കറുടെ പേരും ഒരു അമേരിക്കൻ ലോ മേക്കറുടെ പേരുമുണ്ട്. അതെനിക്ക് എൻ്റെ നാവിൽ വരണില്ല, കാരണം ഗ്രീക്ക് പേരുകൾ കുറേയധികം പഠിക്കാൻ നോക്കി പറ്റിയില്ല. അപ്പം മനു, ഫസ്റ്റ് ലോ മേക്കർ മനുവാണ്. അത് അമേരിക്കയിലെ എല്ലാ യൂണിവേഴ്സിറ്റികളിലും എഴുതി വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കാനഡയിലെ യൂണിവേഴ്സിറ്റികളിൽ എഴുതി വെച്ചിട്ടുണ്ട്. മനുസ്മൃതി എന്ന് പറയുമ്പോൾ ഈ ചില മുസ്ലിം യുവാക്കളും ചില കമ്മ്യൂണിസ്റ്റുകാരും ചില ക്രിസ്ത്യാനികളും ചോദിക്കുന്നത് കാണുമ്പോൾ എനിക്ക് തോന്നാറുണ്ട്, നീയൊക്കെ എന്ത് പഠിച്ചിട്ടാ ഈ ചോദ്യം ചോദിക്കുന്നത്? നീ സാറ് മനുസ്മൃതിയെ ന്യായീകരിക്കല്ലേ? ഞാൻ ഇന്നുവരെ മനുസ്മൃതി എന്നൊരു വാക്ക് ഈ 894 യൂട്യൂബ് സ്പീച്ച് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. 900 അടുത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്നിൽ പോലും മനുസ്മൃതി എന്ന വാക്ക് ഞാൻ പറഞ്ഞിട്ടില്ല. തന്നെത്താൻ ഇങ്ങോട്ട് മുദ്ര കുത്തുക, സാറ് മനുസ്മൃതിയെ ന്യായീകരിക്കുകയല്ലേന്ന്. ഈ മനുസ്മൃതി ഒരിക്കലെങ്കിലും നിങ്ങൾ വായിക്കണം. അത് യൂട്യൂബിലോ വിക്കിപീഡിയയിലൊക്കെ പോയാലുണ്ട്. എന്താ ഈ മനുസ്മൃതിയുടെ കുഴപ്പം? ചിലർ പറയുന്ന അറിയോ? ഈ മനുസ്മൃതിയെ ഇങ്ങനെ അടച്ചാക്ഷേപിച്ച് ഗീബൽസിന്റെ തിയറി മാതിരിയാ. ഗീബൽസിന്റെ തിയറി എന്താ? ഒരേ നുണ കുറേ പ്രാവശ്യം പറഞ്ഞാൽ ജനങ്ങളത് സത്യമാണെന്ന് വിചാരിക്കും. ഇപ്പൊ ഉദാഹരണമായിട്ട് മോഡി വർഗീയവാദിയാണെന്ന് പ്രചരിപ്പിച്ച് സാധാരണക്കാരന്റെ മനസ്സിലെല്ലാം മോഡി വർഗീയവാദിയാണ്. അപ്പോ മുസ്ലിങ്ങളിലെ മദ്രസയ്ക്ക് 100 കോടി രൂപ ഈ ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടും ഒരാളും അഭിനന്ദിച്ചില്ല. എന്താ കാരണം? മോദിയെ ഒരു പേര് കൊടുത്തിട്ടുണ്ട്, അദ്ദേഹം വർഗീയവാദിയാണ്. RSSകാരെല്ലാം ഫാസിസ്റ്റാണ്. ഈ TP ചന്ദ്രശേഖരനെ കൊല്ലുകയും ആയിരക്കണക്കിന് പേരെ കൊല്ലുകയും 1.73 കോടി പേരെ കൊന്ന സ്റ്റാലിൻ ഫാസിസ്റ്റ് അല്ല. 10,000 പേരെ കൊന്ന തൂക്കിൻകുഴലിലൂടെ അധികാരം എന്ന് പറഞ്ഞാൽ ലെനിൻ ഫാസിസ്റ്റ് അല്ല. ഇയാള് ജർമ്മനിയെ ഉയർത്തിക്കൊണ്ടുവന്ന ഹിറ്റ്ലർ, യുദ്ധത്തിന് കാരണമായ ഹിറ്റ്ലർ, അയാളുടെ ഫാസിസ്റ്റ് എന്ന വാക്കാണ് RSSകാരുടെ തലയിൽ വെക്കുന്നത്. എന്താ കാരണം? അങ്ങനെ ഇല്ലാത്ത ചിലത് പറഞ്ഞ് അതാണ് സത്യം, RSSകാരാണ് ഗാന്ധിജിയെ കൊന്നത് എന്നിട്ട് പ്രചരിപ്പിക്കുക. അങ്ങ് പ്രചരിപ്പിച്ച് ഒരു നുണ 1000 പ്രാവശ്യം പറഞ്ഞ് സത്യമാക്കാം, അല്ലെങ്കിൽ സത്യത്തെ പോലെയാക്കാം. ഇതാണ് മനുസ്മൃതിയിൽ സംഭവിച്ചത്. മനുസ്മൃതി എന്നുള്ളതിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ വായിച്ചാൽ ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള ധർമ്മശാസ്ത്രമാണ്. പിന്നെ എന്തുകൊണ്ട് അതിന് ചെറിയ ചില വ്യക്തികൾ എതിർ പറഞ്ഞു? അതിനകത്ത് ഒരു വരിയുണ്ട്. വലിയ പുസ്തകമാണ് മനുസ്മൃതി, വായിച്ചു തീർക്കാൻ 5 ദിവസം വേണം, ഫുള്ളായിട്ട് ഇരുന്നാൽ പോലും. അതിനകത്ത് ഒരു വരി, പിതാ രക്ഷതി കൗമാരെ ഭർത്താ രക്ഷതി യൗവനെ പുത്രോ രക്ഷതി വാർദ്ധക്യേ ന സ്ത്രീ സ്വാതന്ത്ര്യമർഹതി എന്നൊരു വരിയുണ്ട്. സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഞാൻ നാളെ ക്ലാസ് എടുക്കാം. ഇന്ന് ഞാൻ ആ വരിയെക്കുറിച്ച് മാത്രം പറയാം. എന്നാ പിതാ രക്ഷതി കൗമാരെ, അതിന്റെ അർത്ഥം എന്താ? രക്ഷതി എന്ന വാക്കിന്റെ അർത്ഥം എന്താ? ഇന്നും ലോകത്തിലെ 735 കോടി ജനതയിലും പെൺകുട്ടികളെ സംരക്ഷിക്കുന്നത് അച്ഛനും അമ്മയുമാണ്. പെൺകുട്ടികളെ പ്രത്യേക രീതിയിൽ സംരക്ഷിക്കുന്നത് അച്ഛനും അമ്മയുമാണ്. അച്ഛന്റെയും അമ്മയുടെയും സംരക്ഷണം എവിടെയാണോ അപക്വമായത്, ഡീറെയിൽഡ് ആയത്, തെറ്റിയത്, അവിടെയാണ് പെൺകുട്ടികൾക്ക് പ്രശ്നം ഉണ്ടാവുന്നത്. അപ്പൊ പെൺകുട്ടികളെ സംരക്ഷിക്കുക ആൺകുട്ടികളെക്കാൾ സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ ആണ്. ഒരു പെൺകുട്ടിയുടെ ചാരിത്രം ഒരിക്കൽ നഷ്ടപ്പെട്ടാൽ ആ പെൺകുട്ടിയുടെ ജീവിതം മുഴുവനും നരകത്തിൽ അനുഭവിക്കേണ്ടി വരും, ഇന്നും അന്നും എന്നും. ഒന്ന് ആലോചിച്ച് നോക്കാം. എത്ര വലിയ പുരോഗമനവാദിയും യുക്തിവാദിയും ആണെങ്കിലും കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണ് വേറൊരാളുമായിട്ട് ലൈംഗിക ബന്ധം ബൈ ഫോഴ്സ് അല്ലെങ്കിൽ റേപ്പിന് വിധേയമായിട്ടുണ്ട് എന്ന് അറിഞ്ഞെന്ന് വിചാരിക്കുക. അയാളെ വിവാഹം കഴിക്കുമോ ആ പെൺകുട്ടിയെ? അപ്പൊ ഒരു പെൺകുട്ടിയെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് അച്ഛനാണ്. ഇത് ഗോപാലകൃഷ്ണൻ പറഞ്ഞ് നിങ്ങൾ എടുക്കണ്ട. രക്ഷതി എന്ന വാക്കിന്റെ അർത്ഥം എന്താന്ന് മാത്രം നോക്കിയാൽ മതി. ധർമ്മോ രക്ഷതി രക്ഷിത, ധർമ്മത്തെ രക്ഷിക്കുന്നവനെ ധർമ്മം രക്ഷിക്കും. രക്ഷിക്കുന്നു എന്ന വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്.
പിതാ രക്ഷതി കൗമാരേ ഭർത്താ രക്ഷതി യൗവനെ. ഇന്ന് നിങ്ങൾ തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ ഭാരതത്തിൽ എവിടെ നോക്കാം, ജോലി കഴിഞ്ഞ് ഭാര്യ വരുമ്പോ ബസ് സ്റ്റാൻഡിൽ ഭർത്താവ് കാത്തു നിൽക്കുന്നുണ്ടാവും ഭാര്യയെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ. ആ ഭാര്യയുടെയും ഭർത്താവിന്റെയും വയസ്സ് തമ്മിൽ 1, 1.5, 2, 3 വയസ്സിന്റെ വ്യത്യാസമേ ഉള്ളൂ. ഈ പെണ്ണിന് തന്നെത്താനെ വന്നൂടെ? എന്തിനാ ഭർത്താവ് നിൽക്കുന്നത്? ഭർത്താവിന്റെ ധർമ്മമാണ് ഭാര്യയെ സംരക്ഷിക്കുക. ഭാര്യയെ സംരക്ഷിക്കുക. ആ ഭാര്യയെ വീട്ടിലേക്ക് വിവാഹം കഴിച്ചു കൊണ്ടുവരുമ്പോ ഭർത്താവ് എന്താ ഭാര്യയോട് പറയുന്നതെന്നറിയോ? വലത്തെ കയ്യ് ഭാര്യയുടെ അതായത് വധുവിന്റെ വിവാഹം കഴിഞ്ഞ ഭാര്യയുടെ ഇടത്തെ തോളത്തിട്ടുകൊണ്ട് ഒരു മന്ത്രം ഇദ്ദേഹം ഈ വരൻ അഥവാ ഭർത്താവ് പറയുന്നത്, സമ്രാജ്ഞീ ഭവ സമ്രാജ്ഞീ ഭവ ശ്വശ്രുവേ ഭവ സമ്രാജ്ഞീ ഭവ നാനാന്തരീ ഭവ സമ്രാജ്ഞി. എന്റെ വീട്ടിലേക്ക് ഒരു സമ്രാജ്ഞിയായിട്ട്, ക്വീനായിട്ട് കയറി വരിക. എന്റെ മാതാപിതാക്കൾക്ക് നീ ഒരു രാജ്ഞിയെ പോലെയാവുക. എന്റെ സഹോദരി സഹോദരന്മാർക്ക് ഒരു രാജ്ഞിയായിട്ട് നീ എന്റെ വീട്ടിലേക്ക് വരിക. എന്റെ വീടിന്റെ ഐശ്വര്യ ദേവതയായിട്ട് നീ വീട്ടിനകത്തേക്ക് കയറി വരിക. സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് നാളെ പറയാമെന്ന് പറഞ്ഞു. ഇന്ന് ഞാൻ ഇത്ര ഇവിടെ പറയുന്നുള്ളൂ. അപ്പൊ ഒരു സമ്രാജ്ഞിയെ പോലെ ഒരു വീട്ടിലേക്ക് കയറി വരുന്ന ആ ഭാര്യയെ, അഗ്നിസാക്ഷിയായിട്ട് വിവാഹം കഴിച്ച ഭാര്യയെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഭർത്താവിനാണ്. ആരംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും ഏത് ഫെമിനിസ്റ്റുകളുടെയും വീട്ടിൽ ചെന്ന് നോക്കുക, അവർക്ക് അർദ്ധരാത്രി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വരണമെങ്കിൽ ഭർത്താവ് വരണം റെയിൽവേ സ്റ്റേഷനിലേക്ക്. ഈ സോ കോൾഡ് ഫെമിനിസ്റ്റുകൾ കുറെ തുള്ളുന്നുണ്ട്, ചാടുന്നുണ്ട്. അവരൊക്കെ തുള്ളുകയും ചാടുകയും ചെയ്യും. അല്ലെങ്കിൽ എയർപോർട്ടിൽ നിന്ന് ഭാര്യ വീട്ടിലേക്ക് വരണമെങ്കിൽ, എല്ലാവരുടെയും കാര്യമല്ല, 90% വ്യക്തികളുടെ. ഇപ്പോൾ ഭർത്താവ് എയർപോർട്ടിൽ വന്ന് നിൽക്കണം, അല്ലെങ്കിൽ ബസ് ഇറങ്ങി വന്ന് നിൽക്കണം, അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് നിൽക്കണം. അതൊരു പോസിറ്റീവ് ക്വാളിറ്റിയാണ്. ഭാര്യയ്ക്ക് മറ്റ് ഉള്ളവരുടെ ഹരാസ്മെന്റോ പ്രശ്നങ്ങളോ ഉണ്ടാവാതിരിക്കാൻ ഭാര്യയെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഭർത്താവിന്. അപ്പൊ ആലോചിച്ച് നോക്കുക. പിതാ രക്ഷതി കൗമാരേ ഭർത്താ രക്ഷതി യൗവനെ പുത്രോ രക്ഷതി വാർദ്ധക്യേ. ഇന്ന് തിരുവനന്തപുരത്ത് എത്രയോ വ്യക്തികളെ കുറിച്ച്, എത്രയോ അമ്മമാരെ കുറിച്ചുള്ള ആർട്ടിക്കിള് മാതൃഭൂമി പത്രത്തിൽ ഞാൻ വായിച്ചു. അമ്മയുടെ കൂട്ടത്തില് മക്കള് അമ്പലത്തിൽ ചെന്ന് അമ്മയെ അമ്പലത്തിൽ ഉപേക്ഷിച്ചതായിട്ട് വരിക, റോഡ് സൈഡിൽ ഉപേക്ഷിച്ചതായിട്ട് വരിക, അനാഥാലയത്തിൽ ഉപേക്ഷിച്ചതായിട്ട് വരിക, ഗേറ്റിന്റെ പുറത്ത് നിർത്താം. ഇതിൽ ഓംബുഡ്സ്മാൻ കേസെടുക്കുന്നത് ആർക്കെതിരെയായിട്ടാണ്? പോലീസുകാർ കേസെടുക്കുന്ന ആർക്കെതിരെയാണ്? ആ സ്ത്രീയുടെ ഭർത്താവിനെതിരെ അല്ല, ആ സ്ത്രീയുടെ മക്കൾക്കെതിരെയാണ് കേസെടുക്കുക. നിങ്ങൾ നോക്കുക. അപ്പോ ഇന്നത്തെ കാലത്ത് പോലും വാർദ്ധക്യത്തിന്റെ പരമകാഷ്ഠയിലെത്തിയ അമ്മയ്ക്ക് മക്കള് ആശ്രയം കൊടുത്തില്ലെങ്കിൽ മക്കൾക്കെതിരെ കേസെടുക്കാനുള്ള നിയമം കോടതിയിലുണ്ട്, ഓംബുഡ്സ്മാനിലുണ്ട്. മാത്രമല്ല ഫാമിലി വെൽഫെയർ സൊസൈറ്റിക്കുണ്ട്, കുടുംബ കോടതിക്കുണ്ട്. കുടുംബ കോടതി ഭാര്യ ഭർത്താക്കന്മാരെ തമ്മിൽ വേർപിരിക്കാനുള്ളത് മാത്രമൊന്നുമല്ല, അമ്മയെ സംരക്ഷിക്കാത്ത മക്കൾക്കെതിരെ ഉള്ളതാണ്. അപ്പൊ പുത്രോ രക്ഷതി വാർദ്ധക്യേ, ഈ 3 സ്ഥലത്തും പറഞ്ഞിട്ട് അവസാന വാക്കെന്താ പറയുന്നത്? ന സ്ത്രീ സ്വതന്ത്രമർഹതി. തന്ത്രം എന്ന വാക്കിന്റെ അർത്ഥം വർക്ക് എന്നാണ്. തന്ത്രം, വർക്ക്. അപ്പൊ തന്ത്രി എന്ന് പറഞ്ഞാല് അമ്പലത്തിന്റെ പ്രതിഷ്ഠാ വർക്ക് മുഴുവനും ചെയ്യേണ്ട ആളാണ്, ശരീരം ഉപയോഗിച്ച്. മന്ത്രം എന്ന് പറയുന്നത് മനസ്സുപയോഗിച്ച് ചെയ്യേണ്ട വർക്ക്. തന്ത്രം ശരീരം ഉപയോഗിച്ച്. തനു എന്ന വാക്കിൽ നിന്ന് തന്ത്രം. ഒരു സ്ത്രീ ശാരീരികമായിട്ട് ക്ലേശിച്ച് ജീവിക്കേണ്ടി വരരുത് എന്നൊരർത്ഥം മാത്രമേ അതിനകത്തുള്ളൂ. അല്ലാത്ത ഒരർത്ഥമില്ല എന്ന് സ്ത്രീ സ്വാതന്ത്ര്യം ഭാരതത്തിൽ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് കൂടി കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ആ വിക്രമാദിത്യന്റെ മന്ത്രിസഭയിലെ 40 സെക്രട്ടറിമാരിൽ 27 സെക്രട്ടറിമാരും സ്ത്രീകളായിരുന്നു. ധൃതരാഷ്ട്രരെ നിയന്ത്രിച്ചിരുന്നത് ഗാന്ധാരിയായിരുന്നു. മാത്രമല്ല പഞ്ചപാണ്ഡവന്മാർക്ക് മാർഗനിർദ്ദേശം നൽകിയത് അമ്മ കുന്തിദേവിയാണ്. അധ്യക്ഷൻ വെച്ച് വേണം അശ്വമേധയാഗം നടത്താൻ എന്ന് പറഞ്ഞിരിക്കുന്ന കുന്തിയുടെ വരികൾ ഞാൻ നാളെ പറയാം നിങ്ങളുടെ അടുത്ത്. അപ്പോ യഥാർത്ഥത്തില് ശരിക്ക് സ്വയം പണയപ്പെടുത്തിയ പാണ്ഡവരെ ആ പണയപ്പെടുത്തലിൽ നിന്ന് മോചിപ്പിച്ചത് ദ്രൗപദി എന്ന ഭാര്യയാണ്. വെറുതെ ചിന്തിച്ചു നോക്കാം. ഈ ന സ്ത്രീ സ്വാതന്ത്ര്യമർഹതി എന്ന വാക്കെടുത്ത്
മനുസ്മൃതിയെ മുഴുവനും കരിവാരി തേച്ചവര് അതിന്റെ തൊട്ടു ചുവട്ടിലുള്ള വരി കൂടി ഒന്ന് വായിച്ചിരുന്നു എങ്കിൽ എത്ര നാര്യസ്തു പൂജ്യന്തേ രമന്തേ തത്ര ദേവത, എവിടെയാണോ സ്ത്രീകൾ പൂജിക്കപ്പെടുന്നത്, എത്ര നാര്യത്തു പൂജ്യന്തേ, അർത്ഥം മനസ്സിലാവുന്നുണ്ടല്ലോ ഇല്ലേ? എത്ര എവിടെ നാര്യ സ്ത്രീകള് തു ആകട്ടെ പൂജ്യന്തേ പൂജിക്കപ്പെടുന്നു, രമന്തേ തത്ര ദേവത, അവിടെ ദേവതമാര് ആനന്ദ നൃത്തം വെക്കുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കാം. ഹിന്ദു ധർമ്മത്തിലല്ലാതെ ബാക്കി 8 മതത്തില്, ബാക്കി ലോകത്തിലുള്ള 8 മതങ്ങളില് എവിടെയാ പാർവതി സങ്കല്പം, എവിടെയാ ലക്ഷ്മി സങ്കല്പം, എവിടെയാ സരസ്വതി സങ്കല്പം, എവിടെയാ മഹാമായ സങ്കല്പം ഉള്ളത്? ഭൂമി ദേവി സ്ത്രീയ, ഗംഗാ മാതാവ് സ്ത്രീയ, ഗോമാതാവ് സ്ത്രീയാണ്, പ്രകൃതി മാതാവ് സ്ത്രീയാണ്. യഹോവ എന്ന ഒരു പുരുഷ ദൈവമല്ലാതെ, അള്ളാഹു എന്ന പുരുഷ ദൈവമല്ലാതെ ഏത് സ്ത്രീ ദൈവമാണ് ലോകത്തിലെ ഏറ്റവും ആധുനികമെന്ന് സ്വയം വിശേഷിപ്പിക്കപ്പെടുന്ന ക്രിസ്തു മതത്തിലും ഇസ്ലാം മതത്തിലും ഉള്ളത്? എത്ര സ്ത്രീകൾ ഉണ്ടതില്? വെറുതെ ചിന്തിച്ചു നോക്കാം. അപ്പോ എത്ര നാര്യസ്തു പൂജ്യന്തേ രമന്തേ തത്ര ദേവത, സ്ത്രീകൾ പൂജിപ്പിക്കപ്പെടുന്ന സ്ഥലത്ത് ദേവതമാർ ആനന്ദ നൃത്തം ചെയ്യുന്നു. ആ മനുസ്മൃതിയിലെ തുടക്കം മുതൽക്ക് അവസാനം വരെയുള്ള എത്രയോ എത്രയോ വരികള് എടുത്തിട്ടാണ് ഇന്ത്യൻ ഭരണഘടന ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൂടി ആലോചിക്കണം. മനുസ്മൃതിയിലെ 100 കണക്കിന് വരികൾ എടുത്തിട്ടാണ് ഇന്ത്യൻ ഭരണഘടന ഉണ്ടാക്കിയിരിക്കുന്നത്. ആര് അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും ശരിക്ക് ബ്രിട്ടനിലെ ഭരണഘടനയും അമേരിക്കയിലെ ഭരണഘടനയും ഭാരതത്തിലെ മാനവധർമ്മശാസ്ത്രം എന്ന മനുസ്മൃതിയിൽ വിവരിച്ചിരിക്കുന്ന കാര്യങ്ങളും ചേർത്തിട്ടാണ് യഥാർത്ഥത്തില് ഇന്ത്യൻ ഭരണഘടന ഉണ്ടാക്കിയിരിക്കുന്നത്. പല പീനൽ കോഡ് ശിക്ഷാവിധികൾ നടപ്പാക്കിയിരിക്കുന്നത്. ഇപ്പൊ മനുസ്മൃതി എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ചിലർക്ക് ഹാലിളകാൻ കാരണം എന്താ അറിയാമോ? ഗീബൽസിന്റെ തിയറിയാണ്. RSS എന്ന് കേൾക്കുമ്പോൾ ചിലർക്ക് ഭയങ്കര വർഗീയവാദിയാണ്. മുസ്ലിം ലീഗ് എന്ന് കേൾക്കുമ്പോൾ വർഗീയമേ അല്ല. എന്താ കാരണം? മുസ്ലിം ലീഗ് വർഗീയമല്ല 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 എന്ന് പറഞ്ഞ് നുണയെ സത്യമാക്കി, ചിലതിനെ സത്യത്തെ നുണയാക്കാം. മനുസ്മൃതി അങ്ങനെ പെട്ടതാണ്. ആര്യൻ ഇൻവേഷൻ തിയറി, ആര്യന്മാരെന്നുള്ള ഒരു സംഭവമേ വേദത്തിൽ പറഞ്ഞിട്ടില്ല. ആട്ടിടയന്മാരായിട്ട് ഇവിടെ കയറി വന്നവര് ഇവിടെ വേദം എഴുതി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആ വേദത്തിന്റെ ഒരു വരി നിങ്ങൾക്ക് വായിക്കാൻ പറ്റും. 3,97,586 അക്ഷരമുള്ള ഋഗ്വേദത്തിൽ ഒരു ശാഖ, അതുപോലെ ഒരു വാക്ക് എഴുതാൻ പറ്റുമോ ആട്ടിടയന്മാർക്ക്? ഇതെല്ലാം ഇംഗ്ലീഷുകാര് ഡിവൈഡ് ആൻഡ് റൂള് നടത്തിയത്. ലൈംഗിക രോഗം വന്ന് മരിച്ച ജവഹർലാൽ നെഹ്റു അത് വളരെ പുരോഗമനവാദമാണെന്ന് വിവരിച്ച് അത് നമ്മളെ കൊണ്ട് അംഗീകരിപ്പിച്ചു. ശരിക്ക് ഇവരൊക്കെ ചെയ്ത മഹാപാപമാണ്. ഇന്ന് അവരെ, ആ ഫാമിലിയാണ് നമ്മളെയൊക്കെ സംരക്ഷിച്ചതെന്ന് പറയുന്നു. യഥാർത്ഥത്തില് ലാൽ ബഹദൂർ ശാസ്ത്രി മരിച്ചതാണോ കൊന്നതാണോ ആരും ചർച്ച ചെയ്യില്ല. സുഭാഷ് ചന്ദ്രബോസ് മരിച്ചതാണോ കൊന്നതാണോ അറിഞ്ഞില്ല. ശരിക്കും ഇന്ദിരാഗാന്ധി ഭിന്ദ്രൻവാലെ വളർത്തി അവർ തന്നെത്താനെ ചെയ്ത പ്രശ്നത്തിന് അനുഭവിക്കേണ്ടി വന്നതല്ലേ വധിക്കപ്പെട്ടത്? അല്ലാതെ ഭിന്ദ്രൻവാലെ എന്തിനു വളർത്താൻ പോയി? എന്തിന് ബ്ലൂ സ്റ്റാർ ഓപ്പറേഷൻ നടത്താൻ പോയി? എല്ലാവരും എതിർത്തതാ വീരവനിതയാവാൻ. പക്ഷെ അവർ ചെയ്ത തിന്മകളൊന്നും പുറത്തേക്ക് വന്നില്ല. LTTE വളർത്തിയത് രാജീവ് ഗാന്ധിയാണ്. എന്നിട്ട് അദ്ദേഹം മരിച്ചതും അതുകൊണ്ട് തന്നെയാണ്. ആലോചിച്ച് നോക്കാം. പക്ഷെ അതൊന്നും പുറത്തേക്ക് വരാതിരിക്കാൻ കാരണം പല സത്യങ്ങളും മൂടിവെച്ച് സത്യം പുറത്തേക്ക് കൊണ്ടുവരാത്ത വിധത്തില് അതിനെ മൂടിവെച്ചു. അത് പുറത്തേക്ക് എടുത്തില്ല. കുറെ നുണകൾ സത്യങ്ങളാണെന്ന് പ്രചരിപ്പിച്ചു. ആര്യൻ ഇൻവേഷൻ തിയറി, ഭാരതത്തിലെ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ല, ഭാരതത്തെ ഭാരതമാക്കിയത് നെഹ്റു കുടുംബമാണ്. ഇവരൊക്കെ ഇപ്പോഴും 36 കോടി ദാരിദ്ര്യരാ ഭാരതത്തിലുള്ളത്. 10-70 വർഷം ഒരു കുടുംബത്തിലെ ആൾക്കാരാ ഭരിച്ചത്. ഇറ്റലിയിൽ നിന്ന് വന്ന അമ്മച്ചിയെ സ്വീകരിക്കാൻ നെഹ്റു കുടുംബത്തിലായതുകൊണ്ടാ നമ്മൾ ഗതികേടിൽ പെട്ടത്. ഒരു ഹോട്ടൽ സപ്ലയർ ആയിട്ടുള്ള സ്ത്രീ ഇവിടുത്തെ ഒരു പ്രധാനമന്ത്രിയുടെ മകൻ പ്രേമിച്ചു എന്ന കാരണത്തിലാണ് ഈ ഇന്ത്യയിലെ 125 കോടി ജനങ്ങളുടെ തലയിൽ വെക്കാൻ പോയത്. എന്തോ ജഗദീശ്വരൻ അതിന് അനുകൂലിച്ചില്ല.
ഞാനൊരു രാഷ്ട്രീയം പറയുകയല്ല. തിന്മകളെ മുഴുവനും മൂടിവെക്കുക, നന്മകളെ തെറ്റിദ്ധരിപ്പിക്കുക. അതാണ് ഇവിടുത്തെ പുരോഗമനവാദികളും നെഹ്റൂവിയൻ സിസ്റ്റവും ഇവിടുത്തെ ഇടതുപക്ഷവും അവർ പറഞ്ഞതിനെ കൂട്ടി ചെയ്ത് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും തന്നെത്താനെ ഒന്നും പറഞ്ഞിട്ടില്ല. ഇവര് പറഞ്ഞതിനെ കൂട്ടി ചെയ്തിട്ടാണ് അവര് നമ്മുടെ ധർമ്മത്തെ അവഹേളിച്ചത്. മനസ്സിലാക്കണം. മനുസ്മൃതി എന്ന ഗ്രന്ഥം ഒന്ന് വായിച്ചു നോക്കാം. അതില് 2500 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയതാണ്. ഇന്നത്തെ കാലഘട്ടത്തിന് യോജിക്കാത്ത നിയമാവലികൾ കാണും. പക്ഷേ മാനുഷിക സംസ്കാരത്തെ ചവിട്ടി മെതിക്കുന്നതോ കുടുംബ ബന്ധത്തെ തകർക്കുന്നതോ നല്ല തുറന്ന വീക്ഷണത്തെ എതിർക്കുന്നതോ ആയിട്ടുള്ള ഒന്നും അതിനകത്തില്ല. 29 സ്മൃതികളുള്ളതിൽ ഏറ്റവും ആധികാരികമായിട്ടുള്ള സ്മൃതിയാണ് മനുസ്മൃതി. അതിന്റെ ശരിക്കു പേര് മാനവ ധർമ്മശാസ്ത്രം. അത് മാനവ കൽപ്പശാസ്ത്രത്തിന്റെ ഭാഗമാണെന്ന് കൂടി അറിയുക. ഞാൻ പറഞ്ഞത് നിങ്ങൾ അംഗീകരിക്കണമെന്ന് എനിക്ക് ഒരു നിർബന്ധമില്ല. ഇല്ലാത്ത എന്തിനെയെങ്കിലും വാദിച്ച് നിങ്ങളെ കൊണ്ട് അംഗീകരിപ്പിക്കാനും ജയിക്കാനും ഒന്നും താല്പര്യമില്ല. സത്യമായിട്ട് പറയാൻ നമ്മുടെ ഇന്ത്യയിൽ കുറേ പേര് വേണ്ടിയിരുന്നു. അവരില്ലാതെ പോയതാണ് നമുക്ക് പറ്റിയത്. വളരെ വൈകിട്ടാണെങ്കിലും ഒരിക്കലും ഈ സത്യം പറയാതിരിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ ആരെങ്കിലും സാധിക്കുന്ന കാലത്ത് പറയാം. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് മനുസ്മൃതിയെക്കുറിച്ച് പറഞ്ഞതെന്ന് അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും എൻ്റെ പ്രണാമം. ഇത് പഠിക്കാം, പ്രചരിപ്പിക്കാം, എല്ലാ ഹിന്ദുക്കളെയും അറിയിക്കാം. ഏറ്റവും സന്തോഷം തോന്നിയ ഒരു ടെലിഫോൺ വിളി 4 ദിവസം മുമ്പ് 8-ാം തീയതി എനിക്ക് കിട്ടുകയുണ്ടായി. അമേരിക്കയിൽ നിന്ന് കേരള ഹിന്ദുസ് ഓഫ് നോർത്ത് അമേരിക്ക KHNA ഒരു മീറ്റിങ്ങിൽ അമേരിക്കയിൽ പങ്കെടുക്കണം എന്ന ഒരു ക്ഷണം അവിടുത്തെ മിസ്റ്റർ നായർ എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞു, അമേരിക്കയിലെ ഹിന്ദുക്കളാണെന്ന് തല ഉയർത്തി നിന്ന് പറയാൻ അഭിമാനമുണ്ടാക്കിയത് ഡോക്ടർ ഗോപാലകൃഷ്ണൻ നിങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾ അടുത്ത വർഷത്തെ സെമിനാറിന് കോൺഫറൻസിന് വന്നേ മതിയാവും, തീർച്ചയായിട്ടും വരണം. ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, അടുത്ത കാലത്ത് ഒരു മാസം മുമ്പാണ് എനിക്ക് ഒരാഴ്ച മുമ്പാണ് എനിക്ക് MBA എക്സലൻ്റ് ആയിട്ട് പാസ്സായതിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയത്. ആ സർട്ടിഫിക്കറ്റ് കിട്ടിയപ്പോൾ ഒരു സംതൃപ്തി തോന്നി. സന്തോഷമൊന്നും തോന്നിയില്ലെങ്കിലും എക്സിക്യൂട്ടീവ് MBAയുടെ സർട്ടിഫിക്കറ്റ് കിട്ടിയപ്പോൾ തോന്നിയ സംതൃപ്തിയേക്കാൾ കൂടുതൽ വലിയ ഒരു സർട്ടിഫിക്കറ്റാണ് അങ്ങ് കഴിഞ്ഞ 8 വർഷമായിട്ട് അമേരിക്കയിൽ നടക്കുന്ന കേരള ഹിന്ദുസ് ഓഫ് നോർത്ത് അമേരിക്കയിലെ മീറ്റിങ്ങിൽ വരാറുണ്ട്. ഇപ്രാവശ്യം വന്നേ മതിയാവും. കഴിഞ്ഞ പ്രാവശ്യം അങ്ങക്ക് വരാൻ സാധിച്ചില്ല. അത് വളരെ വേദനാജനകമായിരുന്നു. ഒരു പ്രാവശ്യം മാത്രമേ അങ്ങ് കഴിഞ്ഞ 16 വർഷത്തെ മീറ്റിങ്ങിൽ വരാതിരുന്നിട്ടുള്ളൂ. അടുത്ത പ്രാവശ്യം വരണം. ആ വാക്ക് അമേരിക്കയിലെ ഹിന്ദുക്കളെ അഭിമാനത്തോടുകൂടി ഞങ്ങൾ ഹിന്ദുക്കളാണെന്ന് പറയിപ്പിച്ചത് അങ്ങാണ് എന്ന് പറഞ്ഞ ആ വരി ഈ എക്സിക്യൂട്ടീവ് MBA സർട്ടിഫിക്കറ്റിനേക്കാളും വലിയൊരു സർട്ടിഫിക്കറ്റായിട്ട് ഞാൻ മനസ്സിൽ കണക്കാക്കുന്നു. ഞാൻ നിങ്ങളോടും അഭ്യർത്ഥിക്കുന്നു, ഇതൊന്നും ഗോപാലകൃഷ്ണന്റെ വരികളല്ല, നമ്മുടെ പൂർവികരുടെ വരികളാണ്. ഞാനൊരു മൈക്ക് സെറ്റ് പോലെ യൂട്യൂബിൽ നിങ്ങളുടെ മുമ്പിൽ പറയുന്നു, അത്ര മാത്രമേ ഉള്ളൂ. അത് മറ്റുള്ളവരെ എത്തിക്കുക. നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ചിന്തിച്ച് ബുദ്ധിയും യുക്തിയും ശാസ്ത്രവും മറ്റാരുടെയെങ്കിലും പാദങ്ങളിൽ അടിയറ വയ്ക്കാതെ നിങ്ങൾക്കിത് പഠിപ്പിക്കാൻ സാധിക്കട്ടെ. ഈ ലിങ്ക് എല്ലാവർക്കും എത്തിക്കാം. കുറേ പേര് അത് കോപ്പിയെടുത്തും ലിങ്ക് അയച്ചും കേൾപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്കും അതിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു ഗോപാലകൃഷ്ണനെയും മുമ്പിൽ ചിന്തിക്കേണ്ട. പരമപവിത്രമായ ഭാരതം എന്ന രാഷ്ട്രം, പരമപവിത്രരായ നമ്മുടെ ഋഷികന്മാരായ പൂർവ്വപിതാമഹന്മാര്, ഇവരെ രണ്ടുപേരെയും മാത്രം മനസ്സിൽ വെച്ച് ഭാരതമാതാവിനെയും ഋഷി പരമ്പരയെയും മനസ്സിൽ വെച്ച് ഈ ധർമ്മം അനുഷ്ഠിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. പ്രണാമം, നമസ്കാരം.